ഓക്കെ. അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും നമുക്ക് എങ്ങനെ വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യിക്കാം? അതിന് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിലൊരു ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ധൈര്യത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ കോൺഫിഡൻ്റായി നമ്മളെ മൈൻഡിനെ തന്നെ നമ്മൾ വിശ്വസിപ്പിക്കുക. അതിനെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ മുമ്പോട്ട് പോവുക. പിന്നെ രണ്ടാമതായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ഒരു ഉറ്റ ഫ്രണ്ടിനോടായിരിക്കാം, അവരിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അവരൊരു നല്ല കാര്യം ചെയ്താൽ, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്താൽ നമുക്ക് താങ്ക് യു പറയാം. പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാം. നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. വാക്കുകൾ നമ്മൾ തുറന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ചെയ്ത് അതൊരു ഹാബിറ്റാക്കാൻ നമുക്ക് ശ്രമിക്കാം. പിന്നെ ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇപ്പോഴും ധൈര്യക്കുറവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡയറി എഴുതുന്ന ഒരു പ്രാക്ടീസ് ആക്കാം. അതായത് ഡയറി എഴുതുമ്പം നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറിയിലൂടെ നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതുകയും അതൊരു പ്രാക്ടീസായി നിങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പം നിങ്ങൾക്ക് മെല്ലെ മെല്ലെ കോൺഫിഡൻസ് വന്നു ചേരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതൊരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഐ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കാം. നീ എന്ന് പറയുന്നതിന് പകരം ഐ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ നമുക്ക് കാര്യങ്ങൾ പറയാം. അതായത് എനിക്ക് വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ നമുക്ക് കാര്യങ്ങൾ നമ്മൾ പറയുക. അങ്ങനെയാവുമ്പം കുറച്ചുകൂടെ നമുക്ക് വാക്കുകളിലൂടെ തുറന്ന് പറയാൻ കഴിയും. പിന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ ചിലപ്പം മെസ്സേജ് ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റിലൂടെ നമ്മുടെ ഫീലിങ്സ് നമ്മൾ അറിയിക്കാൻ ശ്രമിക്കും. പക്ഷേ അതിന് പകരം നമ്മൾ ഓപ്പണായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നേരെ ഐ കോണ്ടാക്റ്റ് വെച്ച് നമ്മൾ സംസാരിക്കുക, എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് വാക്കുകൾ തുറന്ന് പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇമോഷൻസും ഫീലിങ്സും വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ഹാബിറ്റാക്കി മാറ്റുക. അതായത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അനാവശ്യ സ്ട്രെസ്സുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് വാക്കുകൾ നമ്മൾ തുറന്ന് പറയുക.